അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. സഹോദരങ്ങളെ, സൂറത്ത് തൗബയിലെ വസാബിഖൂനൽ അവ്വലൂൻ എന്ന് പറയുന്ന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മുസ്തഫ പറയുന്ന വേറെ ചില സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സഹാബിമാർക്കിടയിലുണ്ടായിട്ടുള്ള, അതായത് 3 ഖലീഫമാർക്ക് ശേഷം 4-ാമത്തെ ഖലീഫയുടെ കാലത്ത് സിഫീനിൽ വെച്ച് ഉണ്ടായിട്ടുള്ള, അതുപോലെ ജമ്മലിൽ വെച്ച് നടന്നിട്ടുള്ള ഈ യുദ്ധവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ മുസ്തഫയെ പോലുള്ള ആളുകൾ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയാറുണ്ടല്ലോ സാധാരണ. ഈ ഒരു രാജഭക്തിയാണ് ഇവരൊക്കെ പ്രകടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ജമലിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സുബൈറിനെ കൊന്നത് ആരാണ്? തൽഹയെ കൊന്നത് ആരാണ്? അത് യസീദിൻ്റെ മുആവിയയുടെ ആളുകളായിരുന്നു എന്നാണ് മുസ്തഫ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജമൽ എന്ന് പറയുന്ന ഒട്ടകമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് ഇരുന്നു. ആ ഒട്ടകത്തിന് ചുറ്റും കൂടി നിന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും ആയിഷയുടെയും, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തെയും ആയിഷ റളിയല്ലാഹുവിൻ്റെ പക്ഷത്തെയും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് അവരെ രായ്ക്കുരാമാനം തങ്ങൾ കൊന്നൊടുക്കപ്പെടും എന്ന് പേടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന നേരത്തെ കലാപം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അതിൽ കലാപം കൂട്ടിയിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ ആളുകൾ. കാരണം മുസ്തഫയും ചരിത്രത്തിൽ ചിലതൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ. മുആവിയൻ്റെ ആളുകൾ അഹ്ലുസുന്നത്തുകാർ എഴുതി വെച്ച ചരിത്രമാണെങ്കിലും മുസ്തഫയും ആ ചരിത്രത്തിൽ ചില മിന്നലാട്ടങ്ങൾ കാണുന്നുണ്ടെന്ന് മുസ്തഫയും പറയുന്നുണ്ട്. ആ മിന്നലാട്ടത്തിൽപ്പെട്ട ഒരു സംഗതി എന്താണ്? ജമൽ യുദ്ധം നടക്കുന്നത് അതിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനോ മകൻ യസീദിനോ, മുആവിയൻ്റെ ശേഷമാണല്ലോ പിന്നെ യസീദ് വരുന്നത്, മുആവിയും അലിയും തമ്മിലുള്ള റളിയല്ലാഹു അൻഹുമ അവർ തമ്മിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വടംവലിയുടെ പേരിലാണ് യഥാർത്ഥത്തിൽ അവർ തമ്മിൽ തെറ്റുന്നത്. അതിൽ തന്നെ ജമൽ എന്ന് യഥാർത്ഥത്തിൽ മുആവിയായിട്ടൊരു ബന്ധമില്ല എന്നതാണ് ചരിത്രം പറയുന്നത്. ജമൽ സംഭവം എന്താണ്? ജമൽ സംഭവം എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തിരുന്ന തൽഹ, സുബൈർ റളിയല്ലാഹു അൻഹുമ, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുള്ള 2 സഹാബിമാരാണ്. മുസ്തഫ അത് അംഗീകരിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഇവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നൽകിയ ബൈഅത്ത് പിൻവലിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് മക്കയിലാണുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഈ തൽഹ, സുബൈർ ഇവരുടെയും നേതൃത്വത്തിൽ ഒരു സംഘം ബസറയിലേക്ക് പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആവട്ടെ മദീനയിൽ നിന്ന് കൂഫയിലേക്ക് പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പോകാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് എന്നതൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ബസറയിൽ എത്തിപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. യുദ്ധം നടക്കരുത് എന്നുള്ള നിലക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും പക്ഷത്തുള്ള 2 വിഭാഗങ്ങളും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുള്ള ആ കലാപകാരികളായിട്ടുള്ള ആളുകളെ പുറത്താക്കണം എന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹു അത് സമ്മതിച്ചു, പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കലാപകാരികൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് തോന്നി ഇത് അപകടകരമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്ത് നിന്ന് നമ്മളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുറ്റവിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയുമാണ് സംഭവിക്കുക. അതുകൊണ്ട് ഈ 2 വിഭാഗത്തെയും അങ്ങനെ പിരിഞ്ഞു പോകാൻ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് അവരാണ്
രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രണ്ട് ക്യാമ്പിലും രണ്ട് പാളയത്തിലും ചെന്നിട്ട് കലാപങ്ങൾ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് വിഭാഗവും തെറ്റിദ്ധരിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ പക്ഷം തെറ്റിദ്ധരിച്ചു ആയിഷയുടെ പക്ഷം യുദ്ധത്തിന് ചെയ്തതാണെന്ന്, മറുപക്ഷവും അങ്ങനെ തന്നെ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയുടെ പേരിലാണ് പിന്നെ അവിടെ യുദ്ധം നടക്കുന്നത് എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹുവിനും ആയിഷ റളിയല്ലാഹുവിനും അപ്പോഴും യുദ്ധം നിർത്താൻ തയ്യാറായിരുന്നെങ്കിലും കലാപകാരികൾ ആയിഷ റളിയല്ലാഹു അൻഹായെ വകവരുത്താൻ വേണ്ടി ശ്രമിച്ചു. ഈ രണ്ട് പക്ഷത്തുള്ള സഹാബിമാരും യഥാർത്ഥ വിശ്വാസികളും കലാപകാരികളല്ലാത്ത ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കൊട്ടകപ്പുറത്തിരുന്നുള്ള ഈ യുദ്ധത്തിൻ്റെ പേരിലാണ് ഈ സംഭവത്തിന് വാഖിഅത്തുൽ ജമ്മൽ എന്നോ വഖഅത്തുൽ ജമ്മൽ എന്നൊക്കെ പറയുന്നത്. ഈ സംഭവവുമായിട്ട് മുആവിയക്ക് ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ഈ സംഭവം ഇത് അവസാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ തനിക്കെതിരിൽ തിരിഞ്ഞ ആയിഷയോട് അലി റളിയല്ലാഹു ഇവരൊക്കെ പറയുന്നതനുസരിച്ച് അലി റളിയല്ലാഹു ആയിഷയെ കുറ്റപ്പെടുത്തുകയോ കൈവടിയുകയോ ആണല്ലോ വേണ്ടത്. എന്നാൽ അലി റളിയല്ലാഹു ചെയ്തത് എന്താണ്? ഇവർ പറയുന്ന രീതിയിലുള്ള അമാന്യമായിട്ടുള്ളൊരു സമീപനം ഈ രണ്ട് പക്ഷത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തെറ്റിദ്ധാരണയുടെ പേരിൽ യുദ്ധം നടന്നുള്ളത് ശരി, പക്ഷേ അലി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹായെ വളരെ മാന്യമായിട്ട് മദീനയിലേക്ക് യാത്ര അയക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുന്നത്. എന്താ കാരണം? ആയിഷ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച പോലെ വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട സത്യവിശ്വാസികളുടെ മാതാക്കളിൽ ഒരാളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു അവരെ വളരെ മാന്യമായിട്ട് യാത്രയാക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് അലി റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോയതിന് ശേഷമാണ് സിഫീനിലെ യുദ്ധം നടക്കുന്നത്. ഈ സിഫീനിലെ യുദ്ധത്തിൽ രണ്ട് പക്ഷത്തും സഹാബിമാരുണ്ടായിരുന്നു. അതിൽ മുആവിയയുടെ പക്ഷത്തുള്ള സഹാബിമാരൊക്കെ കുറ്റവാളികളാണെന്നും എന്നെങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയുക? ഈ ആളുകളുടെ കുറ്റം വിധിക്കേണ്ട ബാധ്യത ആയിരിക്കാനുള്ളത്? ഇവിടെ അഹ്ലുസുന്നത്തിലെ ആളുകൾ ഈ രണ്ട് പക്ഷത്തിൻ്റെയും മുആവിയ അലി ഈ രണ്ട് പക്ഷത്തിൻ്റെയും ഈ സമീപനത്തെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താ? ഇവർ രാഷ്ട്രീയമായിട്ടുള്ള ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനത്തിൽ ഏർപ്പെട്ടു ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഗതിയായിരുന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കൂട്ടർക്കും ഇവിടെ ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്. ആ യുദ്ധത്തിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ പക്ഷത്ത് നിന്ന് ഒരുപാട് ആൾ മരിച്ചിട്ടുണ്ട്, അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്തുനിന്നും മരിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹുവിൻ്റെ പക്ഷം പരാജയപ്പെടുന്നു കണ്ടപ്പോഴാണല്ലോ അവർ ഒരു സമവായത്തിന് ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് യുദ്ധം അവസാനിക്കുന്നത്. സമവായം പിന്നെ എന്തായെന്നുള്ളതൊക്കെ വേറൊരു ചരിത്രമാണ്. ഈ ഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപനം എന്തായിരുന്നു? മുആവിയയുടെ പക്ഷത്ത് മരിച്ചു വീണ ആളുകളുടെ കാര്യത്തിൽ അലി റളിയല്ലാഹു അൻഹു സ്വീകരിച്ച സമീപനം എന്താ? മുആവിയയുടെ പക്ഷത്ത് മരിച്ചു വീണ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരിലെ സഹാബിമാർ താബിഈകളൊക്കെ ഉണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷക്കാരാണ് അവരെ കൊന്നിട്ടുള്ളത്. മറുഭാഗത്തുള്ള ആളുകളെ മുആവിയൻ്റെ പക്ഷക്കാരാണ് കൊന്നത്. അതിലുണ്ട് സഹാബിമാരും താബിഈകളും ഒക്കെ. എന്നാൽ ഈ മരിച്ചു കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാടെന്തായിരുന്നു? അലി അവരെ ശപിച്ചോ? അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അവരെ കുറ്റപ്പെടുത്തിയോ? എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു ഈ ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും അവർക്ക് വേണ്ടി സ്വർഗം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുസ്തഫ മൗലവിയെ സമ്മതിക്കലുണ്ടാവില്ല. കാരണം മൂപ്പർക്ക് ആകപ്പാടെ വേണ്ടത് അലി, ഖദീജ, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ അകമ്പൊരുളിൻ്റെ ഒന്നാമത്തെ വാള്യത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. ബാക്കി സഹാബിമാരൊന്നും മൂപ്പർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്നുള്ളതിൽ മിനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാറുകളിലും മുഹാജിറുകളിലും പെട്ട ചില ആളുകൾ
എന്ന് അദ്ദേഹം അർത്ഥം പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സഹാബിമാരോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ സത്യത്തോടുള്ള പ്രതിബദ്ധതയോ ഒന്നുമല്ല. ഏതൊക്കെ നിലക്ക് ഇസ്ലാമിനെ തകർക്കാനും താറടിച്ച് കാണിക്കാനും അതുപോലെ തന്നെ സഹാബിമാരെ അവഹേളിക്കാനും കഴിയുമോ അതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് മുസ്തഫ മൗലവി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിന് പക്ഷേ ഇത് മുസ്ലിം സമൂഹത്തിൽ വേരോട്ടം കിട്ടണമെങ്കിൽ, മുസ്ലിങ്ങളിലെ കുറച്ച് പാവങ്ങളെങ്കിലും തന്നെ അനുയായികളായി കിട്ടണമെങ്കിൽ അത് അന്നേക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളത് കൊണ്ട് അതിനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു പിത്തലാട്ടം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാചോട്ടാപ്പങ്ങൾ എന്നുള്ളതാണ് വസ്തുത. ഇല്ലെങ്കിൽ അലി റളിയല്ലാഹു സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു സമീപനം സ്വീകരിക്കാൻ അദ്ദേഹം മുതിരേണ്ടതായിരുന്നു. പക്ഷെ അവിടെ അതിന് തയ്യാറാവുന്നതിന് പകരം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുആവിയയുടെ മതം എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ മൂപ്പര് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വടംവലിയുടെ പേരിൽ സംഭവിച്ചിട്ടുള്ള ഈ ഭിന്നത അതിൻ്റെ തലത്തിൽ കാണുന്നതിന് പകരം മുആവിയയും ആളുകളും തീർത്ത് നരകത്തിൻ്റെ ആളുകളാണെന്നും അവർ ഇസ്ലാമിനെ തകർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നും വരുത്തി തീർക്കുന്ന ഈ ഒരു ജുഗുപ്സാവഹമായിട്ടുള്ള സമീപനം ആർക്കാണ് ഫലം ചെയ്യുക? എന്നിട്ട് ഇന്ന് മുസ്ലിങ്ങളിൽ കാണുന്ന ഈ അന്തഛിദ്രതയുടെ ഒക്കെ അടിസ്ഥാനം ഈ സിഫീനിലും ജമലിലും നടന്നിട്ടുള്ള യുദ്ധങ്ങളുമായിട്ടാണ് ബന്ധം. അതിൽ മൂപ്പര് വല്ലാതെ കുണ്ഠിതപ്പെടുകയും വല്ലാതെ വേദനിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് മൂപ്പരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുക. പക്ഷേ ഈ വൈരുദ്ധ്യവും അല്ലെങ്കിൽ ഈ ഭിന്നിപ്പും അതുപോലെ തന്നെ ശൈഥില്യവും ഒക്കെ ഉണ്ടാക്കി തീർക്കുക എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവരെ എത്രത്തോളം ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു വശമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കരച്ചിൽ എന്ന് പറഞ്ഞാൽ അത് മുതലക്കണ്ണീർ എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. ആത്മാർത്ഥമായിട്ടുള്ള യാതൊരു സമീപനവും ഈ മനുഷ്യനിൽ നിന്ന് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നതിൽ ഇപ്പോൾ അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ളതല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒന്ന് അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് വസ്തുത.